ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. സദ്യക്ക് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് പച്ചടി. പച്ചടി തന്നെ പലതരത്തിലും പല ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാനിവിടെ ഒരു വ്യത്യസ്ത തരം പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഹെൽത്തിയുമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 വലിയ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങയും 1 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചിക്കും ചെറുതായിട്ടൊരു എരിവുണ്ടല്ലോ. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ കടുകാണ്. ഇത് പച്ചക്കടുകാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സഡ് ജാർ എടുത്ത് അതിലേക്കിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരച്ചെടുക്കണ്ട, ചെറുതായിട്ടൊരു തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. നെല്ലിക്കയും ഇഞ്ചിയും തൈരും ഒക്കെ നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യണതാണ്. അതുകൊണ്ട് ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇതുപോലൊരു പച്ചടി ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഇതാ പച്ചടിക്കുള്ള കൂട്ട് ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിൽ നമ്മൾ അധികം വെളിച്ചെണ്ണയോ ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ. വെറും കടുക് പൊട്ടാൻ വേണ്ടി മാത്രം ഒരു തുള്ളി വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായി പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നാൽ അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കുക. ഉണക്കമുളകും കറിവേപ്പിലയും നന്നായി മൂത്തതിന് ശേഷം നമുക്കത് പച്ചടിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള നെല്ലിക്ക ഇഞ്ചി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല അടിപൊളി കറിയാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്.